ഹാരി ഇപ്പോൾ ഒരു അഡ്വക്കേറ്റ് ആയിട്ടല്ല വർക്ക് ചെയ്യുന്നതെന്നും ഹാരി ഇതുവരെ അഡ്വക്കേറ്റിന്റെ എക്സാം ഒന്നും തന്നെ പാസ്സായിട്ടില്ല എന്നുമുള്ള കാര്യം അവളുടെ ചേച്ചിയോട് പറയുവാനായിട്ട് ഹാരിയുടെ ഫ്രണ്ട് നിർബന്ധിക്കുന്നു. എന്നാൽ പോലും ഒരുപാട് വർഷമായിട്ട് ചേച്ചി എനിക്ക് വേണ്ടി മാത്രമാണ് കഷ്ടപ്പെടുന്നത്. അങ്ങനെ ഇരിക്കെ ചേച്ചിയുടെ കഷ്ടപ്പാടൊക്കെ തന്നെ വെറുതെ ആയെന്ന് പറയുവാനായിട്ട് എനിക്കും സാധിക്കുകയില്ല എന്ന് ഹാരിയും തുറന്നു പറയുന്നു. പിന്നീട് ചേച്ചിനെ കാണുന്ന അവളാകട്ടെ ഒന്നുമില്ലെങ്കിലും ചേച്ചിയോട് സത്യങ്ങളൊക്കെ പറയാമെന്ന രീതിക്ക് നിൽക്കുമ്പോഴത്തേക്കും ചേച്ചിയും മറ്റൊരു കാര്യം അവളോട് പറയുകയാണ്. അതായത് അവളെ പഠിപ്പിക്കുവാനായിട്ടായിരുന്നു ചേച്ചിയുടെ ഡ്രീംസ് എല്ലാം തന്നെ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ അവൾ പഠിച്ച് ജോലി മേടിച്ചത് കൊണ്ട് തന്നെ ഇനി ചേച്ചിയുടെ ഡ്രീംസുമായിട്ട് മുന്നോട്ട് പോയിക്കൂടെ? അങ്ങനെയിരിക്കെ അവൾക്ക് സാലറി ഒക്കെ കിട്ടുന്നത് കൊണ്ട് തന്നെ ചേച്ചിക്ക് ആഗ്രഹമുള്ള രീതിക്ക് കുക്കിങ്ങും മറ്റൊക്കെ പഠിക്കുവാനായിട്ട് ചേച്ചിയും ക്ലാസ്സിലൊക്കെ ജോയിൻ ചെയ്തോട്ടെ എന്ന് ഹാരിയോട് ചോദിക്കുമ്പോഴത്തേക്കും ഹാരിയും ജോയിൻ ചെയ്തോളുവാനായിട്ട് ചേച്ചിയോട് പറയുന്നു. സോ ചേച്ചി ഒരുപാട് ഹാപ്പി ആകുന്നു. ചേച്ചി നാളെ തന്നെ കുക്കിംഗ് ക്ലാസ്സിലൊക്കെ കൂടാമെന്നും അതുപോലെ തന്നെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് പ്രാക്ടീസ് തുടങ്ങാമെന്നും പറഞ്ഞിട്ട് ഹാപ്പി ആയിട്ട് ഓടി പോകുമ്പോഴത്തേക്കും ഹാരിയും സത്യങ്ങൾ തുറന്നു പറയുവാനായിട്ട് സാധിക്കാതെ നിൽക്കുകയായിരുന്നു. ഓഫീസിൽ പോകുവാനായിട്ട് തുടങ്ങുന്ന സമയത്തായിരുന്നു കാർ പഞ്ചറായ കാര്യമൊക്കെ അവൻ മനസ്സിലാക്കുന്നത്. പക്ഷെ പിന്നീടാണ് അവനും അതിന്റെ ഡാഷ് ക്യാം ഒക്കെ ചെക്ക് ചെയ്ത് നോക്കുന്നത്. ഈ ഒരു സമയത്ത് നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു കാർ ഓണർ ആയിരുന്നു ഇതുപോലെ അവന്റെ വണ്ടിയൊക്കെ പഞ്ചറാക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ലീയും അവനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അവന്റെ നേർക്കായിട്ട് ഗോൾഫിന്റെ ബോളൊക്കെ എറിഞ്ഞ് അവനെ ഉപദ്രവിക്കുകയാണ്. അതായത് നിലവിൽ ഈ ഒരു വ്യക്തി അവിടുത്തെ ഒരു അപ്പാർട്ട്മെന്റിൽ വാടകയ്ക്കാണ് താമസിക്കുന്നത്. പക്ഷെ ഈ ഒരു അപ്പാർട്ട്മെന്റ് കോംപ്ലക്സ് തന്നെ ഉണ്ടാക്കിയത് താനാണ് എന്ന് പറഞ്ഞിട്ട് തന്നെ ആരും എതിർത്ത് നിൽക്കുവാനായിട്ട് പാടില്ല എന്നും അഥവാ അങ്ങനെ ആരെങ്കിലും എതിർത്ത് നിൽക്കുവാനായിട്ട് നോക്കുകയാണെങ്കിൽ അവരെ ഇല്ലാതാക്കുന്നതായിരിക്കുമെന്നും ലീയും പറയുന്നു. കൂടാതെ അയാളെ ഒരുപാട് ഉപദ്രവിക്കുന്നുമുണ്ട്. ജിന്നും ഇപ്പോൾ ബിൽഡിങ്ങിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ടൊക്കെ മത്സരിക്കുവാനായിട്ട് പോവുകയാണല്ലോ. അതിന്റെ പ്രിപ്പറേഷൻ ഒക്കെ ആയിട്ട് നിൽക്കുന്നു. ജിന്നാകട്ടെ ഇതിനു മുമ്പ് മിസ് കൊറിയൊക്കെ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെ ഇരിക്കെ അവളുടെ മകൻ അവിടെ വരുമ്പോഴത്തേക്കും മകൻ പഠിക്കുന്നത് വളരെ താഴ്ന്ന ഒരു യൂണിവേഴ്സിറ്റിയിലാണെന്നും അതുകൊണ്ട് തന്നെ ആ യൂണിവേഴ്സിറ്റിയുടെ ജാക്കറ്റ് ഇട്ടുകൊണ്ട് നീ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ എനിക്ക് തന്നെ അത് നാണക്കേടാണെന്നും ഒക്കെ മകന്റെ അടുത്തും പറയുന്നു. പക്ഷെ മകനും അതൊന്നും തന്നെ ശ്രദ്ധിക്കുന്നില്ല. ബിൽഡിങ്ങിലെ റെപ്രസെന്റേറ്റീവിനെ സെലക്ട് ചെയ്യുന്ന ഇലക്ഷന്റെ ഒരു ഫോം ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ് ഹേക്കാങ്ങും ഗ്യാങ്ങും. അങ്ങനെ ഇരിക്കെ ഇതിന്റെ അകത്ത് എന്തൊക്കെയാണ് എഴുതി ചേർക്കേണ്ടതെന്നുള്ള ഡിസ്കഷനും നടത്തുന്നു. ശരിക്കും അവന് അധികം പഠിത്തമൊന്നും ഇല്ലാത്തതാണ്. ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ അതിൽ ചേർക്കുന്നതിന് പകരമായിട്ട് വലിയൊരു യൂണിവേഴ്സിറ്റിയുടെ പേരൊക്കെ വെച്ചിട്ട് നമുക്ക് കൊടുത്താലോ എന്ന് അവർ സജസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ ആവശ്യമില്ല, സിൻസിയറിറ്റിയുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് കൂടുതൽ നല്ലതെന്ന് ഹേക്കങ്ങും പറയുന്നു. അങ്ങനെ ഇരിക്കെ നിലവിൽ അവനൊരു ഗ്യാങ്ങിന്റെ ഒക്കെ ബോസ് ആയിട്ട് പോലും പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നതാണല്ലോ. ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കൊടുത്താലോ എന്ന് അവർ ചോദിക്കുമ്പോഴത്തേക്കും അത് വേണ്ട, അഥവാ ഞാൻ അതുപോലെ ഗുണ്ടകളുടെ കൂടെ ആയിരുന്നു എന്നൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും തന്നെ എന്റെ അടുത്ത് ഒരുപാട് പേടിയൊക്കെ തോന്നുന്നതാണ്. അതുകൊണ്ട് അങ്ങനെ എഴുതാതെ ഞാനൊരു ബിസിനസ്മാൻ ആണെന്നുള്ള രീതിക്ക് മാത്രം എഴുതിയാൽ മതിയെന്ന് ഹേക്കങ്ങും പറയുന്നു. എന്തൊക്കെ പ്രോമിസസ് ആണ് ആൾക്കാർക്ക് കൊടുക്കുവാനായിട്ടുള്ളതെന്നൊരു കോളത്തില് ഞാൻ ഈ ഒരു അപ്പാർട്ട്മെന്റ് കോംപ്ലക്സ് വളരെ നന്നായിട്ട് നോക്കുമെന്ന് മാത്രം കൊടുത്താൽ മതിയെന്ന് ഹേക്കങ്ങ് പറയുമ്പോഴത്തേക്കും അവരും അതൊക്കെ റെഡിയാക്കുന്നു. അവനും അങ്ങനെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം ഫോം ഫിൽ ചെയ്തിട്ട് മാനേജ്മെന്റ് ഓഫീസിലേക്ക് നടക്കുമ്പോഴത്തേക്കും എത്രയും വേഗം ഇലക്ഷൻ ഒക്കെ ജയിച്ചിട്ട് 3 മാസത്തിനുള്ളിൽ തന്നെ പണമൊക്കെ ആയിട്ട് കടന്ന് കളയുക എന്നൊരു ലക്ഷ്യമായിരുന്നു അവനുണ്ടായിരുന്നത്. എന്തായാലും അവനങ്ങനെ ഫോമൊക്കെ കൊടുക്കുന്ന സമയത്തായിരുന്നു അവിടെ ഉണ്ടായിരുന്ന വേറെ ബിൽഡിങ്ങിലെ ആൾക്കാരുടെ ഫോമൊക്കെ ഇരിക്കുന്ന കാഴ്ച അവൻ കണ്ടിട്ടുണ്ടായിരുന്നത്. അതേസമയം അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ ഹാരിയുടെ ചേച്ചിയും ഇതുപോലെ അവൻ ഒറ്റയ്ക്കാണല്ലോ താമസിക്കുന്നത് എന്നൊരു കാര്യമൊക്കെ ഓർമ്മിപ്പിക്കുകയാണ്. സാധാരണ ഇതുപോലെ ഇലക്ഷനിൽ നിൽക്കുന്ന ആൾക്കാരുടെ കൂടെ ഒരു ഫാമിലി തന്നെ ഉണ്ടാകുന്നതായിരിക്കും. പക്ഷെ ആദ്യമായിട്ടാണ് ഇതുപോലെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരാൾ റെപ്രസെന്റേറ്റീവ് ആയിട്ടൊക്കെ മത്സരിക്കുവാനായിട്ട് പോകുന്നതെന്നുള്ള കാര്യം അവനോടായിട്ട് പറയുമ്പോഴത്തേക്കും അവനും ആ ഫോം അവിടെ കൊടുക്കാതെ അതുമായിട്ട് പോകുന്നു. അങ്ങനെ അവൻ പോകുന്ന സമയത്തായിരുന്നു പല ഏജ് കാറ്റഗറിയുള്ള ആൾക്കാരെല്ലാം തന്നെ അവിടെ താമസിക്കുന്നുണ്ട് എന്ന കാര്യം അവനും ശ്രദ്ധിക്കുന്നത്. അതായത് ഇവനിപ്പോൾ ആരോടും വർത്താനം പോലും പറയാതെയൊക്കെ നടക്കുന്ന കൂട്ടത്തിലാണല്ലോ. അതേസമയം അവന്റെ കൂടെ ഇതുപോലെ പല ഏജ് കാറ്റഗറിയിലുള്ള ഒരാൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ പലരുമായിട്ടുള്ള സംസാരം പോലും കുറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും താൻ മത്സരത്തിൽ തോറ്റുപോകുന്നതായിരിക്കുമെന്ന് മനസ്സിലാക്കിയ അവനും തിരിച്ച് അപ്പാർട്ട്മെന്റിലേക്ക് എത്തുന്നു. ഞാനിവിടെ നിങ്ങൾ 3 പേരുടെയും കൂടെയാണ് താമസിക്കുന്നത്. അങ്ങനെയിരിക്കെ ഞാൻ മത്സരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും തോറ്റുപോകുന്നതായിരിക്കും. അതേസമയം എനിക്കൊരു ഫാമിലി ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മത്സരിക്കുവാനായിട്ട് പോലും സാധിക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ കൂടുതൽ കണക്ഷനും ഉണ്ടാക്കുവാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞ് ഹേക്കാങ് നിൽക്കുന്ന സമയത്തായിരുന്നു ഇതുപോലെ നേരത്തെ അവന്റെ കല്യാണമൊക്കെ നടത്തിയ സമയത്തുണ്ടായിരുന്ന ഒരു ഫോട്ടോഗ്രാഫ് അവനും കിട്ടുന്നത്. ആ ഒരു ഫോട്ടോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്ന അവനും കൂടെ ഉണ്ടായിരുന്ന ഹാരിനെ തന്റെ വൈഫായിട്ട് റിക്രൂട്ട് ചെയ്യുവാനായിട്ട് പോവുകയാണെന്ന് തീരുമാനിക്കുന്നു.
ഹാരിനെ അന്വേഷിച്ച് അവരൊരു ലോ ഫേമിന്റെ മുമ്പിൽ വരെ എത്തുന്നുണ്ട്. അവളും അവിടുത്തെ ഒരു അഡ്വക്കേറ്റ് ആയിരിക്കുമെന്ന് സംശയിച്ച് അവര് അഡ്വക്കേറ്റ്സിന്റെ ലിസ്റ്റ് ഒക്കെ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും ആ കൂട്ടത്തിൽ ഹാരി ഉണ്ടായിരുന്നില്ല. അങ്ങനെയിരിക്കെയായിരുന്നു ഫ്രീ ലീഗൽ കൺസൾട്ടേഷൻ ഒക്കെ നൽകുന്നു എന്നൊരു ബോർഡ് ഹേക്കങ്ങും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഹാരിനെ കാണിക്കുമ്പോഴത്തേക്കും ഒരു കുട്ടിയുടെ അടുത്ത് സെക്ഷൽ അസൾട്ട് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയുമായിട്ട് സംസാരിക്കുകയായിരുന്നു ഹാരിയും. പക്ഷെ അയാളാകട്ടെ താൻ മനഃപൂർവ്വം ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അവിടെ ഉണ്ടായിരുന്ന CCTV ദൃശ്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്ന ഹാരിക്കും അയാൾ ശരിക്കും കുറ്റവാളിയാണെന്നുള്ള കാര്യം മനസ്സിലാവുകയാണ്. അയാളും താൻ ചെയ്ത പ്രവൃത്തിനെ ന്യായീകരിച്ചൊക്കെ സംസാരിക്കുന്നത് കേൾക്കുമ്പോഴത്തേക്കും ഹാരിക്ക് ഒരുപാട് ദേഷ്യം തോന്നുന്നു. അവളും അയാളെ തല്ലുന്നു. പിന്നീട് അയാൾ തിരിച്ചു തല്ലുവാനായിട്ട് തുടങ്ങുന്ന സമയത്ത് തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്ന ഹേഗാങ് അയാളെ തടയുകയാണ്. പിന്നീട് ഹാരിയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുവാനായിട്ടുണ്ടെന്ന് പറയുന്നു. അതേസമയം മാനേജറും ഹാരിനെ വിളിച്ചുകൊണ്ട് പോകുന്നു. ഹാരിയും അവിടെ വർക്കൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇത്രയും കാലത്തെ വർക്കിന്റെ ഇടയ്ക്ക് ഇതുവരെയായിട്ടും അവർക്കൊരു കേസ് പിടിച്ചു കൊടുക്കുവാനായിട്ട് അവൾക്ക് സാധിച്ചിട്ടില്ല. ആൾക്കാർ വന്നിട്ട് ഹാരിയോട് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അവർ പാവങ്ങളാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ തന്നെ ഹാരി ആ കാര്യങ്ങളെല്ലാം തന്നെ സോൾവ് ചെയ്ത് കൊടുക്കുകയാണ് പതിവ്. സോ ലോയേഴ്സ് ആണ് ശരിക്കും ഇവരെ റിക്രൂട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ ലോയേഴ്സിന് വേണ്ടി ഒരു വർക്ക് പോലും പിടിച്ചു കൊടുക്കുവാനായിട്ട് ഹാരിക്ക് സാധിക്കാത്തത് കൊണ്ട് തന്നെ ഹാരിനെ കമ്പനിയിൽ നിന്നും തന്നെ പിരിച്ചുവിടുന്നു. അങ്ങനെ ജോലി പോയ വിഷമത്തിൽ ഹാരി നിൽക്കുമ്പോഴത്തേക്കും ഹേക്കങ്ങും അവളെ ചെന്ന് കാണുന്നു. അവളുടെ അടുത്തായിട്ട് 3 മാസത്തേക്ക് അവന്റെ വൈഫായിട്ടൊക്കെ അഭിനയിക്കാമോ എന്ന് ചോദിക്കുകയാണ്. പക്ഷെ അവളും അവന്റെ ഒപ്പം ഒരു പരിപാടിക്കും കൂടുകയില്ല എന്ന് പറയുന്നു. അതായത് അവൻ ശരിക്കും ഒരു ഗ്യാങ്ങിലൊക്കെ മെമ്പറാണെന്ന് തനിക്ക് തോന്നുന്നുണ്ടേ എന്ന് അവനോട് പറയുമ്പോഴത്തേക്കും ഞാൻ നേരത്തെ ഇതുപോലെ ഒരു ഗ്യാങ്ങിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം ഞാൻ റിട്ടയർ ചെയ്തു. എങ്കിൽ പോലും ഞങ്ങൾക്ക് എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇവന്റ്സ് ഒക്കെ വരുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണാറുണ്ട്. അതുകൊണ്ടാണ് എന്റെ വെഡിങ്ങിന്റെ അന്ന് അവരെ എല്ലാവരെയും നീ കണ്ടത്. എനിക്കിപ്പോൾ പണം വേണം. ആ പണം ഉണ്ടാക്കുവാൻ 3 മാസവും വേണം. ആ 3 മാസം നീ എന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ നിനക്കും പണം തരുവാനായിട്ട് ഞാൻ തയ്യാറാണ്. നിനക്ക് ഞാൻ 100 മില്യൺ ഒക്കെ തരാമെന്ന് അവളോടായിട്ട് അവൻ പറയുമ്പോഴത്തേക്കും അത്രത്തോളം പണമൊക്കെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവളും ഓക്കെ പറയുന്നു. നിലവിൽ അവളുടെ കയ്യിൽ പണമൊന്നും ഇല്ലായിരുന്നെങ്കിൽ പോലും ഇപ്പോഴാകട്ടെ ഡീലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവന് 30 മില്യൺ അവൾക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവളും ആ ഒരു പണത്തിന് വേണ്ടിയിട്ട് അവന്റെ ഒപ്പം കൂടാമെന്ന് തീരുമാനിക്കുന്നു. ഹേഗാങ്ങും ഇപ്പോൾ ലിസാർഡിനെ ചെന്ന് കണ്ടിട്ട് ഹേഗാങ്ങിന്റെ അച്ഛനായിട്ടൊക്കെ അഭിനയിക്കാമോ എന്ന് ചോദിക്കുകയാണ്. 3 മാസത്തേക്ക് അച്ഛനായിട്ട് അഭിനയിക്കുകയാണെങ്കിൽ ഏതൊക്കെ രീതിക്കുള്ള കടമാണോ ലിസാർഡിന് ഉണ്ടായിരുന്നത് ആ ഒരു കടമെല്ലാം തന്നെ വീട്ടുവാനായിട്ട് ഹേഗാങ്ങും തയ്യാറായിരുന്നു. കൂടാതെ അവരിതിൽ വിജയിക്കുകയാണെങ്കിൽ ലിസാർഡിനെ വെറുതെ വിടുവാനായിട്ട് പോലും അവൻ തയ്യാറാണെന്ന് അറിയിക്കുമ്പോഴത്തേക്കും ലിസാർഡും സമ്മതിക്കുന്നു. ഹേഗാങ്ങിന്റെ കൂടെയുള്ള നാമിന് ഒരു കുട്ടിയുണ്ട്. ആ കുട്ടി മുത്തശ്ശിയുടെ ഒപ്പം വില്ലേജിലേക്കാണ് താമസിക്കുന്നത്. അതേസമയം ആ കുട്ടീനെ കണ്ടിട്ടുണ്ടായിരുന്ന ഹേഗാങ്ങും അവനെ ഇങ്ങോട്ട് കൊണ്ടുപോവാ. അതാകുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെയുള്ള സ്കൂളിലൊക്കെ അവനെ പഠിപ്പിക്കുവാൻ സാധിക്കും. നല്ല ഇംഗ്ലീഷ് വിദ്യാഭ്യാസമൊക്കെ അവന് ലഭിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രൊജക്ട് തീരുന്നോടെ വരെ എന്റെ മകനായിട്ട് നമുക്ക് അവനെ എല്ലാവരുടെ മുമ്പിൽ കാണിക്കാം. മാത്രമല്ല നിനക്കും മകനും ഒന്നിച്ച് താമസിക്കുവാനായിട്ടും സാധിക്കുമല്ലോ എന്ന് ഹേഗാങ് പറയുമ്പോഴത്തേക്കും നാമും അത് സമ്മതിക്കുന്നു. അടുത്തതായിട്ട് ഹേക്കാങ്ങും ടീമും ഒരു ഫാമിലി ഫോട്ടോ എടുക്കുവാനായിട്ട് പോകുന്നു. ഈ ഒരു സമയത്ത് ഹേക്കാങ്ങിന്റെ കൂടെ ഉണ്ടായിരുന്ന ലിസാർഡ് ഹേക്കാങ്ങിന്റെ അച്ഛനായിട്ടും അതുപോലെ തന്നെ കൂടെ ഉണ്ടായിരുന്ന 3 പേര് അവന്റെ ബ്രദേഴ്സ് ആയിട്ടും ഏറ്റവും ഒടുവില് നാമിന്റെ മകൻ അവന്റെ തന്നെ മകനായിട്ടുമാണ് നിൽക്കുന്നത്. കൂടാതെ ഇവിടേക്ക് നമ്മുടെ ഹാരി കൂടി എത്തുകയാണ്. നാമിന്റെ മകന്റെ പേരാണ് ബുക്ക്. സോ ബുക്കിന് ഹാരിനെ കാണുമ്പോൾ തന്നെ ഒരുപാട് ഇഷ്ടമൊക്കെ തോന്നുകയാണ്. എന്തായാലും ഇവർ ഒന്നിച്ച് ഗ്രൂപ്പ് ഫോട്ടോയും എടുക്കുന്നു. ആദ്യം അവർ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നതൊക്കെ തന്നെ വളരെ വ്യത്യസ്തമായിട്ടായിരുന്നു. സോ അങ്ങനെയൊന്നുമല്ല ശരിക്കും പോസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ഫോട്ടോഗ്രാഫർ തന്നെയാണ് ഓരോ രീതിക്ക് അവരെ നിർത്തുന്നതും. അങ്ങനെ ഫോട്ടോ എടുപ്പിന് ശേഷം ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് ട്രൂ വാലി അപ്പാർട്ട്മെന്റിലേക്ക് നടക്കുന്നു. ഈ ഒരു സമയത്ത് താൻ എങ്ങനെയും ഈ അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിന്റെ പ്രസിഡന്റ് ആകുമെന്ന് ഹേക്ക് അങ്ങ് മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു.